അപ്പോൾ നമ്മുടെ മഞ്ഞളിട നമ്മൾ ഉണ്ടാക്കിയ മഞ്ഞളിട നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഇലയുടെ ആക്കാനുള്ള വെല്ലം ചിരണ്ടുന്നതാണ്. ഇല നമ്മൾ മഞ്ഞൾ ഇലയിലാണ് ഇന്ന് അട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. ഇതിനിടയിൽ നമ്മൾ ഇലയുടെ ഉണ്ടാക്കിയത് അത് വാഴയില വാട്ടിയിട്ടാണ്. അതിന് വെല്ലം പാവ് കാച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിന് നമ്മൾ പാവ് കാച്ചിട്ടല്ല, വെല്ലം ചുരണ്ടിയിട്ട് തേങ്ങയുടെ കൂടെ മിക്സ് ചെയ്യുന്നതാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കാനുള്ള അരിപ്പൊടിയാണിത്. അപ്പോൾ ഇത് വെള്ളവും ഉപ്പും കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് മഞ്ഞൾ ഇലയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ഇലയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ കുഴച്ച് വെച്ച് മാവ് ഇതിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിൽ അട ചുടുമ്പോഴത്തേക്ക് നമുക്ക് ആ മഞ്ഞളിൻ്റെ ഒരു ചൊയ നന്നായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മഞ്ഞൾ ഇലയായതുകൊണ്ട് ഇതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മണമാണ്. നമുക്കപ്പം തന്നെ ഇത് കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മഞ്ഞളിട നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണം ഇത് നല്ലൊരു അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇത്രയും ഒരു മണമാണ് മഞ്ഞളിൻ്റെ ഒരു മണം. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാറുണ്ടോ അല്ല അറിയില്ല. ഇത് കോമൺ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. പക്ഷെ നല്ല